തിരുമേനി, എൻ്റെ പൂജാമുറിയിൽ അയ്യപ്പൻ, ഗണപതി, ഹനുമാൻ ഇവരോടൊപ്പം ചില ദേവിമാരുടെ ചിത്രങ്ങൾ കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് വീട്ടില് വന്ന ഒരു ജ്യോതിഷം പറഞ്ഞു, ഈ ദൈവങ്ങൾ ബ്രഹ്മചാരി ആയതുകൊണ്ട് ദേവിമാരുടെ ചിത്രം കൂടെ വയ്ക്കാൻ പാടില്ല, അത് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് ശരിയായ കാര്യമാണോ? ഒന്ന് പറഞ്ഞു തരാമോ? പാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് പറയും പോലെ ജ്യോതിഷത്തിലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ ജ്യോതിഷനായി മാറില്ല. ആചാരകാര്യങ്ങൾ ചിലത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ ആചാര്യനായി മാറുകയില്ല. ഇവിടെ പറഞ്ഞത് വളരെ വിഡ്ഢിതരമായിട്ടുള്ള കാര്യമാണ്. അയ്യപ്പനും ഗണപതിയും അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയൊക്കെ ഏതെങ്കിലും ദേവിമാരുടെ സാമീപ്യത്തിൽ ആ ചിത്രങ്ങൾ നമ്മളൊരു പ്രതീകമായിട്ടാണല്ലോ വയ്ക്കുന്നത്. ആ പ്രതീകങ്ങൾ നമ്മുടെ പൂജാമുറിയിൽ ഇവരെല്ലാം കൂടെ ചേർന്നിരുന്നു കഴിഞ്ഞാൽ അവരുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വളരെ ഖേദകരമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ദൈവിക സങ്കല്പത്തില് അവര് ബ്രഹ്മചാരി എന്നുള്ള ഭാവമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ അടുത്തൂടെ ദേവിമാര് പോയി കഴിഞ്ഞാൽ അവരുടെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു പോകുന്നൊന്നും യാതൊരു അർത്ഥമില്ല. ബ്രഹ്മചാരി ഭാവത്തിൽ കാണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് സ്ത്രീകളുമായിട്ട് അവർ എതിർത്ത് നിൽക്കേണ്ട, സ്ത്രീകളെ ദൂരെ നിർത്തുക എന്നുള്ള സങ്കല്പമൊന്നും ഇതിലില്ല. സ്ത്രീകളെ ചേർത്ത് പിടിച്ചാലും അവർ ബ്രഹ്മചാരികൾ തന്നെയാണ്. അവർ മാതൃഭാവത്തോടു കൂടിയാണ് സ്ത്രീകളെ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. ഇവിടെ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുതലെടുപ്പ് നടത്തുന്ന ചില വ്യക്തികളുണ്ട്. ദയവായിട്ട് ഇത്തരം തെറ്റിദ്ധരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരിൽ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.